ഇന്ത്യക്ക് ഒരു വലിയ വാഗ്ദാനം നൽകിയിരിക്കുകയാണ് റഷ്യ. ഇന്ത്യ ഒരു ടാങ്ക് ഹബ്ബായി വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ. ഇന്ത്യയിൽ T90MS ലൈസൻസ് ഉള്ള ഉൽപാദനമാണ് റഷ്യ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഈ നിർദ്ദേശം ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിന് ഗണ്യമായ സംഭാവന നൽകും. ഈ T90 പ്രധാന യുദ്ധ ടാങ്കിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ചിട്ട്, അതായത് ആദ്യത്തെ കരാർ ഒപ്പുവെച്ചിട്ട് 25 വർഷമായി. ഇപ്പോൾ ഈ പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ റഷ്യ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഇന്ത്യയിൽ തന്നെ T90MS ടാങ്കിന്റെ ലൈസൻസ് ഉള്ള ഉൽപാദനത്തിന് സഹായിക്കാമെന്നാണ് റഷ്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഈ T90MS കരാർ എന്ന് പറയുന്നത് 2001 ഫെബ്രുവരി 15 ആരംഭിച്ചത്. അതിനുശേഷം ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കവചിത സഹകരണങ്ങളിൽ ഒന്നായി ഇത് മാറുകയായിരുന്നു. 1999 ധാർ മരുഭൂമി T90S 3 പ്രോട്ടോടൈപ്പുകൾ കർശനമായ പരീക്ഷണത്തിന് വിധേയമായതോടുകൂടിയാണ് ഇന്ത്യയിലെ T90 കഥ ആരംഭിക്കുന്നത്. കടുത്ത ചൂടിലും വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയിലും 2000 കിലോമീറ്ററിലധികം പരീക്ഷിച്ച ഈ ടാങ്കുകൾ ഇവയുടെ ശക്തി, ചലനശേഷി, ഈട് എന്നിവയാണ് തെളിയിച്ചത്. എഞ്ചിൻ നീക്കം ചെയ്യൽ പോലുള്ള സങ്കീർണമായ പരീക്ഷണങ്ങളിൽ പോലും ഈ മേഖലയിൽ നടത്തിയിരുന്നു. അങ്ങനെ ഈ വിജയകരമായ പരീക്ഷണങ്ങളെ തുടർന്ന് 2001 ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു നാഴികക്കല്ലായ കരാറിൽ എത്തുകയായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി ഇതിന്റെ പങ്കാളികൾ ഇതിന്റെ ഡിസൈനും അതേപോലെ തന്നെ 1000 ഹോഴ്സ് പവർ ഉള്ള എഞ്ചിനും വികസിപ്പിച്ചെടുക്കുകയായിരുന്നു. മരുഭൂമിയിലെ യുദ്ധത്തിനായി ഒരു തെർമൽ ഇമേജിംഗ് സംവിധാനവും കൂട്ടിച്ചേർത്തു. ഈ കരാർ ഇന്ത്യയുടെ കവചിത സേനയെ ശക്തിപ്പെടുത്തുകയും റഷ്യയുടെ ടാങ്ക് വ്യവസായത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ 464 T90MS ടാങ്കുകളുടെ ഉൽപാദനത്തിന് ലൈസൻസ് നൽകുന്നതിന് $2.8 ബില്യൺ കരാറിൽ ഇന്ത്യ 2019 ഒപ്പുവെച്ചപ്പോൾ ഈ സഹകരണം പുതിയൊരു ഘട്ടത്തിലെത്തുകയായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഈ രാജ്യം 25 വർഷം പൂർത്തിയാക്കിയ ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ നിലവിലുള്ള ഫാക്ടറികളിൽ T90MS ഉൽപാദനം പുനരാരംഭിക്കുന്നതിന് സഹായിക്കാൻ തയ്യാറാണ് എന്നാണ് റഷ്യ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രാദേശിക ഘടകങ്ങളും വെടിക്കോപ്പുകളും ഉപയോഗിക്കുന്നത് വേഗത്തിലുള്ള ഉൽപാദനം സാധ്യമാക്കും. ഔപചാരിക കരാറൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കുന്നതിനെയാണ് ഇത് കാണിക്കുന്നത്. ഈ T90MS ആദ്യമായി 2011 അവതരിപ്പിക്കുന്നത്. T90 കുടുംബത്തിന്റെ ഒരു നൂതന പതിപ്പാണ് ഇത്. 3 പേരടങ്ങുന്ന ഒരു ക്രൂവും ഒരു ഓട്ടോമാറ്റിക് ലോഡർ സിസ്റ്റവുമാണ് ഇതിലുള്ളത്. എന്നാൽ ഫയർ പവർ, സംരക്ഷണം, അത്യാധുനിക സാങ്കേതിക വിദ്യ എന്നിവയിൽ ഇത് ഗണ്യമായ പുരോഗതിയുണ്ട്. അതായത് പരമ്പരാഗത ഷെല്ലുകളും ഗൈഡഡ് മിസൈലുകളും വെടിവെക്കാൻ കഴിവുള്ള 125mm 2A46M5 സ്മൂത്ത് ബോർ പീരങ്കിയാണ് ഈ ടാങ്കിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. 5 കിലോമീറ്റർ വരെ ദൂരമുണ്ട്. റെലിക്ട് എക്സ്പ്ലോസീവ് റിയാക്റ്റീവ് ആർമറും ടാർഗറ്റിംഗ് മെച്ചപ്പെടുത്തുന്ന കലീന ഫയർ കൺട്രോൾ സിസ്റ്റവും ഇതിലുണ്ട്. 1130 ഹോഴ്സ് പവർ ഉള്ള V92S2F ഡീസൽ എഞ്ചിനാണ് ഈ ടാങ്കിന് കരുത്തു പകരുന്നത്. ഇതിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 60 മുതൽ 72 കിലോമീറ്റർ വരെയാണ്. ഇതിന് ഏകദേശം 550 കിലോമീറ്റർ സഞ്ചരിക്കാനും കഴിയും. പുതുതായി രൂപകൽപ്പന ചെയ്ത വെടിമരുന്ന് സംഭരണ സംവിധാനത്തിൽ ബ്ലോ ഔട്ട് പാനലുകളുണ്ട്. ഇത് ക്രൂസ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ T90 എന്ന് പറയുന്നത് വെറും ഒരു ടാങ്ക് മാത്രമല്ല, സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിലും ആഭ്യന്തര ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിലും ഒരു പ്രധാന ചുവടുവയ്പ്പാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ പങ്കാളിത്തം എന്ന് പറയുന്നത് ഇന്ത്യയെ ഒരു വാങ്ങുന്നയാളായി മാത്രമല്ല, പ്രതിരോധ ഉൽപാദനത്തിലെ ഒരു പങ്കാളിയായി കാണുകയും ചെയ്യുന്നു എന്ന് റഷ്യ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ഇതേപോലെയുള്ള വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.